Good morning to all. Today our topic is types of functions. Depending on arguments present, the return value sends the result back to the calling function. Based on this, the functions are divided into three types. അതായത് ആർഗ്യുമെൻറ്റ്സ് നമുക്കറിയാം ഫംഗ്ഷൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ദെൻ ബ്രാക്കറ്റിൻ്റെ അകത്ത് ആർഗ്യുമെൻറ്റ്സ് ലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കൂടാതെ ഏതാണോ റിട്ടേൺ വാല്യൂസ് സെൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മളെന്താ ഈ ഫംഗ്ഷനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ വിതൗട്ട് ആർഗ്യുമെൻറ്റ് ആൻഡ് റിട്ടേൺ വാല്യൂ എന്ന് വെച്ചാൽ എന്താ, ഒരു ഫംഗ്ഷൻ്റെ അകത്ത് ആർഗ്യുമെൻറ്റ്സ് ഇല്ല ആൻഡ് റിട്ടേൺ വാല്യൂസും ഇല്ല. ദെൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ വാല്യൂസ് എന്താണ്, ഒരു ഫംഗ്ഷൻ്റെ അകത്ത് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, കൂടാതെ ആ ഫംഗ്ഷൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ കഴിയുമ്പം അതിൽ നിന്ന് നമ്മളൊരു വാല്യൂസും റിട്ടേൺ ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ വിതൗട്ട് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ബട്ട് വിത്ത് റിട്ടേൺ വാല്യൂസ്. ആർഗ്യുമെൻറ്റ്സ് ഇല്ല പക്ഷേ റിട്ടേൺ വാല്യൂ ഉണ്ട്. അപ്പം ഒന്നാമത്തത് വിതൗട്ട് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ വാല്യൂ, with arguments and return value, and third one without arguments and but with return values. ആർഗ്യുമെൻറ്റ്സ് ഇല്ല പക്ഷേ റിട്ടേൺ വാല്യൂ ഉണ്ട്. ആദ്യത്തെ കേസിൽ ആർഗ്യുമെൻറ്റ്സും ഇല്ല റിട്ടേൺ വാല്യൂവും ഇല്ല. രണ്ടാമത്തെ കേസിൽ ആർഗ്യുമെൻറ്റ്സും റിട്ടേൺ വാല്യൂവും ഉണ്ട്. മൂന്നാമത്തെ കേസിൽ ആർഗ്യുമെൻറ്റ്സ് ഇല്ല പക്ഷേ റിട്ടേൺ വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ വിതൗട്ട് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ വാല്യൂ, അതായത് റിട്ടേൺ വാല്യൂവും ഇല്ല ആർഗ്യുമെൻറ്റ്സും ഇല്ല. എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കുക, മെയിൻ മെത്തേഡിലാണ്. മെയിൻ മെത്തേഡിലേക്ക് കയറി ഈ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ വാല്യൂസ് ഏതാണ്, ഫംഗ്ഷൻ്റെ നെയിം ഏതാണ്, ABC, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെ ഒരു ഡിക്ലറേഷനാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ദെൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോ ആർഗ്യുമെൻറ്റ്സ് ആർ പാസ്, ദെൻ നോ വാല്യൂസ് ആർ സെൻഡ് ബാക്ക്. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും A ഈക്വൽ ടു ABC എന്നോ അല്ലെങ്കിൽ Z ഈക്വൽ ടു ABC എന്നോ അങ്ങനെ വല്ലതാണോ കൊടുത്തേക്കുന്നത്? അല്ല, ഡയറക്റ്റ് ABC ഓഫ് ദ ഫംഗ്ഷൻ ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താ, ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എങ്ങോട്ടാണോ ആ ഫംഗ്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു, കോൾഡ് ഫംഗ്ഷനിൽ നിന്നും ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. റിട്ടേൺ ചെയ്യുമായിരുന്നെങ്കിൽ നമ്മളിവിടെ എങ്ങനെ കൊടുക്കേണ്ടി വന്നേനെ, Z ഈക്വൽ ടു ABC എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വേരിയബിൾ ഈക്വൽ ടു ABC എന്ന് നമ്മൾ കൊടുക്കണമായിരുന്നു. എന്തുകൊണ്ട്? ആ ഫംഗ്ഷൻ കാൽക്കുലേഷൻ കഴിഞ്ഞ് അതിൽ നിന്നും എന്തെങ്കിലും വാല്യൂസ് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ റിസീവ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു വേരിയബിൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ വാല്യൂ. ആർഗ്യുമെൻറ്റ്സും ഇല്ല റിട്ടേൺ വാല്യൂവും ഇല്ല. ഓക്കെ, ദെൻ ഡാറ്റ ഈസ് നൈദർ പാസ്ഡ് ത്രൂ ദി കോളിംഗ് ഫങ്ഷൻസ് നോർ സെൻഡ് ബാക്ക് ഫ്രം ദി കോൾഡ് ഫങ്ഷൻസ്. ഇവിടെ ഡാറ്റാസ് ആർഗ്യുമെൻറ്റ്സ് കോളിംഗ് ഫംഗ്ഷനിൽ നിന്നും പാസ് ചെയ്യുന്നില്ല, തിരിച്ച് കോൾഡ് ഫംഗ്ഷനിൽ നിന്നും ഒന്നും വരുന്നില്ല. ദർ ഈസ് നോ ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ കോളിംഗ് ആൻഡ് കോൾഡ് ഫംഗ്ഷൻ. ഇവിടെ കോളിംഗ് ഫംഗ്ഷനിൽ നിന്നും കോൾഡ് ഫംഗ്ഷനിലേക്ക് നമ്മൾ വാല്യൂസ് എന്തെങ്കിലും പാസ് ചെയ്ത് വിടുന്നുണ്ടോ? ഇല്ല, ഒന്നും പാസ് ചെയ്ത് വിടുന്നില്ല. ദ ഫംഗ്ഷൻ ഈസ് ഓൺലി എക്സിക്യൂട്ടഡ് ആൻഡ് നത്തിങ് ഈസ് ഒബ്റ്റൈൻഡ്. ഫംഗ്ഷൻ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നേ ഉള്ളൂ, ഒന്നും നമുക്ക് റിട്ടേൺ കൊടുക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ഇവിടെ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. ഇഫ് സച്ച് ഫംഗ്ഷൻസ് ആർ യൂസ്ഡ് ടു പെർഫോം എനി ഓപ്പറേഷൻസ് ദേ ആക്ട് ഇൻഡിപെൻഡൻ്റ്ലി. they read data values and print result in the same block. ഇവിടെ നിന്നും ഒരു ആർഗ്യുമെൻറ്റ്സും പാസ് ചെയ്യുന്നില്ല. അപ്പം എന്തെങ്കിലും കാൽക്കുലേഷൻസ് നടക്കണമെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് പ്രിൻ്റ് എഫ് സ്കാൻ എഫ് സ്റ്റേറ്റ്മെൻറ്റ് വഴി ഡാറ്റാസ് യൂസറിൽ നിന്നും റിസീവ് ചെയ്യാം. ദെൻ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്തിട്ട് റിസൾട്ട് ഇവിടെ തന്നെ പ്രിൻറ്റ് ചെയ്യുകയും ചെയ്യാം. കാരണം ഇവിടെ നിന്നും ഒന്നും റിട്ടേൺ കൊടുക്കേണ്ട കാര്യമില്ല. സച്ച് ഫങ്ഷൻസ് മേ ബി യൂസ്ഫുൾ ടു പ്രിൻറ്റ് സം മെസ്സേജസ്, ഡ്രോ എ ലൈൻ ഓർ സ്പ്ലിറ്റ് ദി ലൈൻ. ഇങ്ങനെയുള്ള ഫങ്ഷൻസിന് എന്താണ് പ്രത്യേകത, അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രിന്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ആ ഫംഗ്ഷൻ്റെ അകത്ത് തന്നെ കൊടുക്കാം, മെയിനിലേക്ക് പാസ് ചെയ്യേണ്ട കാര്യം ഇല്ല. ഒരു എക്സാമ്പിൾ നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു ഡിസ്പ്ലേ ദി മെസ്സേജ് യൂസിങ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഇവിടെ മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മളൊരു വോയിഡ് മെസ്സേജ് ഓഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് എവിടെയോ വോയിഡ് മെസ്സേജ് ഓഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അത് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ദെൻ നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ്, മെസ്സേജ് ഓഫ് എന്ന് പറഞ്ഞ് കോൾ ചെയ്തിരിക്കുകയാണ്. ദെൻ കഴ്സർ അങ്ങോട്ട് ഡയറക്റ്റ് പോകും, എവിടെയാണോ മെസ്സേജ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഫംഗ്ഷനിലേക്ക് മൂവ് ചെയ്യും. അവിടെ നമ്മൾ പുട്സ് ഹാവ് എ നൈസ് ഡേ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പുട്സിൻ്റെ അർത്ഥം എന്താണ്, സെയിം എഫക്റ്റ് ഓഫ് പ്രിൻ്റ് എന്നാണ്. ഇതിന് സെയിം എഫക്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പുട്സ് എന്ന് പറഞ്ഞാൽ എന്താ, സെയിം എഫക്റ്റ് ഓഫ്
പ്രിൻറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അതേ എഫക്റ്റ് തന്നെയാണ് പുട്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ എങ്ങനെയാണ് വരുന്നത്? ഹാവ് എ നൈസ് ഡേ എന്ന് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് വരും. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ എന്തെങ്കിലും ഈ ഫംഗ്ഷന് കോൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ആർഗ്യുമെൻറ്റ്സ് വല്ലതും പാസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. തിരിച്ച് കാൽക്കുലേഷൻസ് ഒക്കെ നടന്നു കഴിഞ്ഞ് കോളിംഗ് ഫംഗ്ഷനിൽ നിന്നും അല്ലെങ്കിൽ കോൾഡ് ഫംഗ്ഷനിൽ നിന്നും തിരിച്ചെന്തെങ്കിലും പാസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മളിവിടെ തന്നെയാണ് പ്രിൻറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പം വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ ടൈപ്പ്, ആർഗ്യുമെൻറ്റ്സും ഇല്ല, റിട്ടേൺ ടൈപ്പും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ദിസ് പ്രോഗ്രാം കണ്ടെയ്ൻ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നെയിംഡ് മെയിൻ മെസ്സേജ് ഓഫ് ഇറ്റ് റിക്വേഴ്സ് നോ ആർഗ്യുമെൻറ്റ് ആൻഡ് റിട്ടേൺ നത്തിങ്, ഇറ്റ് ഡിസ്പ്ലേസ് ഒൺലി എ മെസ്സേജ് വെൻ കോൾഡ്. ഇതെന്താ ചെയ്യുക? ഇതിൻ്റെ അകത്ത് ഒരു ആർഗ്യുമെൻറ്റ്സും പാസ് ചെയ്യുന്നില്ല, ആഫ്റ്റർ ദി കാൽക്കുലേഷൻസ് ഒരു വാല്യൂവും റിട്ടേണും ചെയ്യുന്നില്ല. അടുത്താണ് റൈറ്റ് എ പ്രോഗ്രാം ടു ആഡ് 2 നമ്പേഴ്സ് യൂസിങ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ വാല്യൂ. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. നമുക്ക് നോക്കാം. മെയിൻ മെത്തേഡ് ഇവിടെയുണ്ട്. ഇവിടെ ഒരു ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യാണ്. നമ്മുടെ ഫംഗ്ഷൻ്റെ പേരെന്താണ്? ആഡ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ആഡ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പോകുമ്പം ഇവിടെ വരുന്നു. ബൈ ഡിഫോൾട്ട് ഏതാണ് റിട്ടേൺ ടൈപ്പ് വരുന്നത്? നമ്മളൊന്നും കൊടുത്തിട്ടില്ല എങ്കിൽ ബൈ ഡിഫോൾട്ട് റിട്ടേൺ ടൈപ്പ് സിയിൽ കൺസിഡർ ചെയ്യുന്നതാണ് ഇൻറ്റ് ആണ്. സോ ഇൻറ്റ് ആഡ് ഓഫ് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി. ഓക്കെ, ഇതിൽ നോക്കുക. ഇതിൽ നിന്നും നമുക്ക് ഈ ഒരു ലൈനിലെ എറർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആഡ് ഓഫ് എന്ന് പറയുന്ന മെത്തേഡാണ് കോൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് എന്തെങ്കിലും വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളിവിടെ റിസീവ് ചെയ്യേണ്ട ആൾക്കാർ ആരെങ്കിലും വേണോ? വേണ്ട, ജസ്റ്റ് കോൾ ചെയ്യുകയാണ്. അതിൽ നിന്നും നമുക്ക് ഇൻറ്റ് സി, പ്രോഗ്രാമിൻ്റെ അകത്ത് കയറി ഇൻറ്റ് സി കോമ ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി എന്ന് കൊടുത്തു. ദെൻ നമ്മളിവിടെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുകയാണ്. എ ഈക്വൽ ടു 10 ആൻഡ് ബി ഈക്വൽ ടു 5. ഓക്കെ, ദെൻ സി ഈക്വൽ ടു എ പ്ലസ് ബി, എയും ബിയും ആഡ് ചെയ്തു. വാട്ട് ഈസ് ദ റിസൾട്ട്? 10 + 5 ഈക്വൽ ടു 15 എന്ന് കിട്ടും. നമ്മളിവിടെ തന്നെയാണ് ഡയറക്റ്റ് പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഇത് പോസിബിൾ ആണോ അല്ലയോ? കാരണം ഇവിടെ നമ്മൾ പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ നമ്മുടെ റിട്ടേൺ ടൈപ്പ് എന്താ ആകരുത്? ഇൻറ്റോ ഫ്ലോട്ടോ ഡബിളോ ആകരുത്. പകരം എന്തായിരിക്കണം? വോയിഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾക്ക് അങ്ങനെ റിട്ടേൺ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റാതെ ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം. ഇപ്പോൾ വോയിഡ് ആഡ് ഓഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഈ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് വരുന്നു. ഇവിടെ നിന്ന് ആർഗ്യുമെൻറ്റ്സ് ഒന്നും പാസ് ചെയ്യുന്നില്ല. കോൾഡ് ഫംഗ്ഷനിലേക്ക് വരുന്നു. ഇവിടെ ഡയറക്റ്റ് കാൽക്കുലേഷൻസ് നടക്കുന്നു. എ ഈക്വൽ ടു 10 ബി ഈക്വൽ ടു 5 ഉണ്ട്. സോ സി ഈക്വൽ ടു എ പ്ലസ് ബി. പ്രിൻ്റ് ഓഫ് %d, c. ഇവിടെ ഡയറക്റ്റ് ഞാൻ റിസൾട്ട് പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലും റിട്ടേൺ വാല്യൂ ഇങ്ങോട്ട് പാസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സ് ആണ്, ഫംഗ്ഷൻ വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ ടൈപ്പ്. ആർഗ്യുമെൻറ്റ്സും ഇല്ല, റിട്ടേൺ ടൈപ്പും ഇല്ല. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർത്തുക, റിട്ടേൺ ടൈപ്പ് ഇല്ലാതെ വരുന്ന സിറ്റുവേഷൻസ് ഏത് കേസിൽ മാത്രമാണ്? വോയിഡ് ആണ് ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് കൊടുത്തിരിക്കുന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഒരു ഫംഗ്ഷനിൽ നിന്നും റിട്ടേൺ ടൈപ്പ് കൊടുക്കാതിരിക്കാൻ പറ്റത്തുള്ളൂ. ഇഫ് സപ്പോസ് ഇവിടെ നമ്മൾ യൂസ് ചെയ്ത് വോയിഡ് പകരം ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നുവെങ്കിൽ വി മസ്റ്റ് റിട്ടേൺ എ വാല്യൂ ഫ്രം ദാറ്റ് ഫംഗ്ഷൻസ്. കോൾഡ് ഫംഗ്ഷനിൽ നിന്നും കോളിംഗ് ഫംഗ്ഷനിലേക്ക് വാല്യൂസ് റിട്ടേൺ ചെയ്തിരിക്കണം. ഓക്കെ, ഇവിടെ വോയിഡ് ആയതുകൊണ്ട് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. Here in this program, main functions called to the function add. In the function add 2 numbers and printed sum. The function add is void. അല്ലേ, ഫംഗ്ഷൻ്റെ add എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് ഏതാണ്? വോയിഡ് ആണ്. ഇവിടെ തന്നെ കാൽക്കുലേഷൻസ് നടത്തി ഇവിടെ തന്നെ റിസൾട്ടും പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ വാല്യൂ. ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, റിട്ടേൺ വാല്യൂ ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. void main int z എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുന്നു. ദെൻ ഹിയർ നോക്കാം, z ഈക്വൽ ടു എ ബി സി. അപ്പോൾ ഇവിടെ ഇൻറ്റ് z കോമ എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂസും കൂടെ നമുക്ക് ജസ്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കാം. എക്സ് ഈക്വൽ ടു 10 എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, z ഈക്വൽ ടു എ ബി സി ഓഫ് എക്സ്. ഓക്കെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കാം z ഈക്വൽ ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തായാലും ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നും ഏത് വാല്യൂ നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്? 10 എന്ന് പറയുന്ന വാല്യൂ പാസ് ചെയ്ത് വിടുന്നുണ്ട്. അതെങ്ങോട്ടേക്ക് വരും? എ ബി സി എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് വരും. അവിടെ y എന്ന് പറയുന്ന വാല്യൂ അത് റിസീവ് ചെയ്യുന്നുണ്ട്. റിസീവ് ചെയ്തിട്ട് എന്താണ് സംഭവം നടക്കുന്നത്? ഇവിടെ ഒരു ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ നടത്തിയിട്ട് ഇവിടെ നിന്നും ആ വൈയുടെ വാല്യൂ റിട്ടേൺ വരുന്നുണ്ട്. സോ ഹിയർ y എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ വരും. ഇവിടെ സ്വീകരിക്കാൻ ആര് വേണം? ഒരു വേരിയബിൾ വേണം. ആ വേരിയബിൾ ആണ് z ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ എന്ത് കൊടുക്കണം? ഇവിടെ z ഈക്വൽ ടു എ ബി സി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? നെക്സ്റ്റ് ലൈനിൽ നമുക്ക് ആ വാല്യൂ പ്രിന്റ് ചെയ്യണ്ടേ? പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെയാണ് കൊടുക്കുക? ഈ മെയിൻ മെത്തേഡിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും? പ്രിന്റ് എഫ്
വിത്ത് ഡബിൾ കോഡ്സിൽ ഇൻറ്റീജർ ആണെങ്കിൽ ഏതാണ് ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്യുന്നത്? %d, z എന്ന് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നോക്കുക, ഇസഡ് എന്ന് പറയുന്ന വാല്യൂ, ഇസഡിലേക്ക് നമ്മുടെ കോൾഡ് ഫംഗ്ഷനിൽ നിന്നും വൈയുടെ വാല്യൂ വരുന്നു. ഇവിടെ അത് റിസീവ് ചെയ്യുന്നു. ഇവിടെ നോക്കാം, x=10 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ABC(x) എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ് വാല്യൂ? ABC(10). അത് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? എവിടെയാണോ ABC ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത് അങ്ങോട്ടേക്ക് വരും. ഹിയർ y ആണ്. അപ്പം നൗ ഹിയർ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് y? വൈയുടെ വാല്യൂ എന്താവും? എക്സിൻ്റെ വാല്യൂ വൈയിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ദാറ്റ് ഈസ് y എന്താകും? 10 ആകും. ഓക്കെ, ദെൻ y ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇൻക്രിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ വൈയുടെ വാല്യൂ എന്താകും? 10 ആയിരുന്നു, അത് 11 ആയി. ദെൻ ഹിയർ റിട്ടേൺ ഓഫ് y, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് y? 11. അതങ്ങോട്ടേക്ക് വരും, ഇസഡിലേക്ക് വരും. z=ABC(x) എന്നാണ് വരുന്നത്. പ്രിന്റ് ഓഫ് %d, z. ഇവിടെ ഏത് വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുന്നത്? 11 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇസഡിൻ്റെ വാല്യൂ 11 ആയിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ്സ് ആൻഡ് റിട്ടേൺ ടൈപ്പ്. ഇവിടെ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നുകൊണ്ട് ഇവിടെ റിട്ടേൺ വാല്യൂ വരുന്നും ഉണ്ട്. ഓക്കെ, in the above example, the copy of the actual argument is passed to the formal argument. The values of x is assigned to y. അപ്പോൾ ഇവിടെ ഏതാണ് നമ്മുടെ ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്? ഫംഗ്ഷൻ കോളിലുള്ള വേരിയബിൾ ആണ് ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. കോൾഡ് ഫംഗ്ഷനിലുള്ള വേരിയബിൾ ഏതാണ്? ഫോർമൽ ആർഗ്യുമെന്റ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കമന്റ് ഇട്ടിട്ട് എഴുതാം, ആക്ച്വൽ ആർഗ്യുമെന്റ് ഏതാണ്? ആക്ച്വൽ ആർഗ്യുമെന്റ് ഏതാണ്? നമ്മുടെ എക്സ്. ഓക്കെ, ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഏതാണ്? =x അല്ലേ? ആക്ച്വൽ ആർഗ്യുമെന്റ് ഈസ് എക്സ്. ഓക്കെ, ഇവിടെ ഏതാണ്? ഇതാണ് നമ്മുടെ ഫോർമൽ ആർഗ്യുമെന്റ് ആണ് y എന്ന് പറയുന്നത്. അതായത് കോളിംഗ് ഫംഗ്ഷനിലുള്ള വേരിയബിൾ ആക്ച്വൽ ആർഗ്യുമെന്റും കോൾഡ് ഫംഗ്ഷനിലുള്ള ആർഗ്യുമെന്റ് ആണ് ഫോർമൽ ആർഗ്യുമെന്റും വരുന്നത്. ഓക്കെ, ഫോർമൽ ആർഗ്യുമെന്റ് ആണ് y. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക? ആക്ച്വൽ ആർഗ്യുമെന്റ് ആയ എക്സ് അതിൻ്റെ വാല്യൂ എങ്ങോട്ടേക്ക് കൊടുക്കും? ഫോർമൽ ആർഗ്യുമെന്റ് ആയ വൈയിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. Okay, the next one, the return statement returns the increment value of y. The return value is collected by z. ഇവിടെ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്ത് കഴിഞ്ഞ് 10 ആയിരുന്നു വൈയുടെ വാല്യൂ, അതൊന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് 11 ആയി. ദെൻ ആ വാല്യൂ റിട്ടേൺ ചെയ്ത് കൊടുക്കുമ്പോൾ ആര് റിസീവ് ചെയ്യും? z എന്ന് പറയുന്ന വേരിയബിൾ റിസീവ് ചെയ്യും. ഹിയർ ഡാറ്റ ഈസ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ കോളിംഗ് ആൻഡ് കോൾഡ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ബിറ്റ്വീൻ ഫംഗ്ഷൻ ഈസ് മെയ്ഡ്. ഇവിടെ കോളിംഗ് ഫംഗ്ഷനിൽ നിന്നും കോൾഡ് ഫംഗ്ഷനിലേക്ക് വാല്യൂ പാസ് ചെയ്ത് വിടുകയും തിരിച്ച് കോൾഡ് ഫംഗ്ഷനിൽ നിന്നും കോളിംഗ് ഫംഗ്ഷനിലേക്ക് വാല്യൂസ് പാസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് കോളിംഗ് ഫംഗ്ഷൻ. കോളിംഗ് ഫംഗ്ഷനിൽ നിന്നും കോൾഡ് ഫംഗ്ഷനിലേക്കും കോൾഡ് ഫംഗ്ഷനിൽ നിന്നും കോളിംഗ് ഫംഗ്ഷനിലേക്കും വാല്യൂസ് പാസ് ചെയ്യുന്നു. എക്സാമ്പിൾ നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു പാസ് വാല്യൂസ് ടു എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആൻഡ് ഡിസ്പ്ലേ ദി സം വിത്ത് ആർഗ്യുമെന്റ്സ് ആൻഡ് റിട്ടേൺ വാല്യൂസ്. ഓക്കെ, ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ഒന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഇൻറ്റ് ആഡ് ഓഫ് ഇൻറ്റ് കോമ ഇൻറ്റ്. ഇതിൽ നിന്ന് എന്താ മനസ്സിലാകുക? നമ്മുടെ ഡാറ്റ ടൈപ്പ് ഇൻറ്റ് ആണ്, റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് ആണ്, ഫംഗ്ഷൻ്റെ നെയിം ആഡാണ്, 2 ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നു, അവരുടെ ഡാറ്റ ടൈപ്പ് ഇൻറ്റ് ആണ്. ഓക്കെ, മെയിൻ മെത്തേഡിലേക്ക് കയറി ഇൻറ്റ് x = 1, y = 2 ആൻഡ് z. ഓക്കെ, z ആഡ് ഓഫ് x, y. അപ്പോൾ ഇതിൽ എക്സിൻ്റെ വാല്യൂ എന്താണ്? 1ഉം വൈയുടെ വാല്യൂ എന്താണ്? 2ഉം. അപ്പോൾ ഇതിലേക്ക് വരുന്നു ആഡ് ഓഫ് x, 1 എന്ന് വെച്ചാൽ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് 1, 2 എന്ന് പറയുന്ന വാല്യൂ പാസ് ചെയ്യും. അപ്പോൾ നമ്മുടെ കഴ്സർ എങ്ങോട്ടേക്കാണ് പോവുക? പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റിലേക്കാണോ? അല്ല, എവിടെയാണോ നമ്മുടെ പ്രോഗ്രാമിൽ ആഡ് എഴുതിയിരിക്കുന്നത് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ വരും. ഇവിടെ വന്നു കഴിയുമ്പം എക്സിൻ്റെ വാല്യൂ റിസീവ് ചെയ്യുന്ന ഫോർമൽ ആർഗ്യുമെന്റ് ഏതാണ്? എയും വൈയുടെ വാല്യൂ റിസീവ് ചെയ്യുന്ന ഫോർമൽ ആർഗ്യുമെന്റ് ഏതാണ്? ബിയും. ഓക്കെ, നൗ ഇത് വാല്യൂ ഓഫ് a = 1 ആൻഡ് b = 2. ദെൻ പെർഫോം ദി സം ഓപ്പറേഷൻ, അഡീഷൻ ഓപ്പറേഷൻ ഇൻറ്റു c = a + b. റിട്ടേൺ സിയുടെ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു, ദാറ്റ് ഈസ് ദി വാല്യൂ ഓഫ് c = 3. ഈ വാല്യൂ എങ്ങോട്ടേക്കാണ് പോകുന്നത്? തിരിച്ച് നമ്മുടെ മെയിൻ മെത്തേഡിൽ വന്ന് ഇസഡിലേക്ക് അത് റിസീവ് ചെയ്യും. z സോ നൗ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് z എന്ന് പറയുന്നത് 3 ആണ്. പ്രിന്റ് ഓഫ് ഇസഡിന്റെ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യും. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഏതാണ്? 3. എന്തുകൊണ്ടാണ് നമ്മൾ റിട്ടേൺ കൊടുത്തത്? ബിക്കോസ് ഇത് ഡാറ്റ ടൈപ്പ് ഈസ് ഇൻറ്റ്. ഇവിടെ വോയിഡ് ആയിരുന്നെങ്കിൽ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഡയറക്റ്റ് ഇവിടെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻ ദി അബോവ് പ്രോഗ്രാം 2 values are passed to the function add. The function add returned the sum. The sum is printed in function main. Here function add and receive argument and return values. ഇവിടെ കോളിംഗ് ഫംഗ്ഷനിൽ നിന്നും എക്സിലും വൈക്കും വാല്യൂ പാസ് ചെയ്തു, അത് കോൾഡ് ഫംഗ്ഷനിലെ വേരിയബിൾസ് ആയ എയും ബിയും റിസീവ് ചെയ്യുന്നു, അഡീഷൻ പെർഫോം ചെയ്തു, റിട്ടേൺ ചെയ്യുന്നു റിസൾട്ട്,
മെയിൻ മെത്തേഡിലേക്ക് ഇസഡ് അത് റിസീവ് ചെയ്ത് മെയിൻ മെത്തേഡിൽ പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ് ആൻഡ് റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, next program, write a program to send values to user defined function and receive and display the return value. യൂസറിൽ നിന്നും വാല്യൂസ് റിസീവ് ചെയ്യണം, ദെൻ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സ് വഴി അതിൻ്റെ റിസൾട്ട് റിട്ടേൺ ചെയ്യുകയും വേണം. ഓക്കെ, അപ്പം മെയിൻ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ നോക്കാം, ഇൻറ്റ് മെയിൻ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? വോയിഡ് മെയിൻ എന്നല്ല, ഇൻറ്റ് മെയിൻ എന്നാണ്. ഈ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് ഞാനിവിടെ റിട്ടേൺ 0 എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് മെയിൻ ഫംഗ്ഷനിലേക്ക് കയറി മെയിൻ മെത്തേഡ് തന്നെ റിട്ടേൺ ചെയ്യുകയാണ്. സോ റിട്ടേൺ 0 എന്ന് കൊടുക്കാൻ കാരണം ഇതാണ്, ഇൻറ്റ് ആണ് ഇവിടെ ഡാറ്റ ടൈപ്പ്. അപ്പോൾ ഇൻറ്റ് ABCS 4 വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഇൻറ്റിജർ ആണ് ഡാറ്റ ടൈപ്പ്, CLR. എന്നിട്ട് ഞാൻ യൂസറിനോട് പറയുകയാണ് എൻ്റർ 3 നമ്പേഴ്സ്, 3 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ യൂസർ എടുക്കുന്ന ആദ്യത്തെ എൻ്റർ ചെയ്യുന്ന ഫസ്റ്റ് നമ്പർ എയിലേക്കും സെക്കൻഡ് നമ്പർ ബിയിലേക്കും തേർഡ് നമ്പർ സിയിലേക്കും സ്റ്റോർ ചെയ്യുന്നു. സപ്പോസ് ഇവിടെ എക്സാമ്പിൾ യൂസർ എൻ്റർ ചെയ്ത് 3 നമ്പർ 754 ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ നൗ? A = 7 ആൻഡ് B = 5 ആൻഡ് C = 4 ആയിരിക്കും. ആഫ്റ്റർ ദാറ്റ് S = sum of A, B, C എന്ന് കൊടുത്തു. ഇതിൻ്റെ അർത്ഥം എന്താ? സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ അകത്ത് 3 ഇൻറ്റിജർ വാല്യൂസിനെ പാസ് ചെയ്യുന്നുണ്ട്, അതിൽ നിന്നും ഒരു വാല്യൂ റിട്ടേൺ വരുന്നു, അതെവിടെയുണ്ട്? എസ്സിലേക്ക് റിസീവ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം നമ്മൾ പ്രോഗ്രാം എക്സിക്യൂഷൻ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഈ പ്രിന്റ് എഫ് സ്റ്റേറ്റ്മെൻറ്റിലേക്കല്ല, എവിടെയാണോ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മുടെ പ്രോഗ്രാമിൽ കൊടുത്തേക്കുന്നത് അങ്ങോട്ടേക്ക് കഴ്സർ മൂവ് ചെയ്യും, ഇവിടെ വരും. ഓക്കെ, ഇൻറ്റ് സം ഓഫ് ഇൻറ്റ് എക്സ് കോമ ഇൻറ്റ് വൈ കോമ ഇൻറ്റ് ഇസഡ്. ഓക്കെ, നൗ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? എക്സിൻ്റെ വാല്യൂ എയുടെ വാല്യൂ ആണ്, അതായത് 7, y = എന്താണ്? 5 ആൻഡ് ഇസഡ് = 4 ആകും. ഓക്കെ, ദെൻ റിട്ടേൺ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. ഇതിൻ്റെ അർത്ഥം എന്താ? റിട്ടേൺ ഓഫ് 7 + 5 + 4 ദാറ്റ് ഈസ് 16. റിട്ടേൺ ഓഫ് 16 എന്നാണ് ഇതിൻ്റെ അർത്ഥം. റിട്ടേൺ ഓഫ് ഈ 3 വാല്യൂസും തമ്മിൽ സം ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ റിട്ടേൺ ചെയ്തിരിക്കുന്നു. സോ ഇവിടെ നിന്നും കഴ്സർ അങ്ങോട്ടേക്ക് വരും, എവിടെ നിന്നാണോ നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്ത് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, ഇവിടെ വരും. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് S = sum of A, B, C. അതായത് ഈ ഒരു സം ഓഫ് A, B, C വഴി വാല്യൂസ് പാസ് ചെയ്ത് കാൽക്കുലേഷൻസ് ഒക്കെ നടന്ന് റിട്ടേൺ ചെയ്ത വാല്യൂ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും? എസ്സിലേക്ക് സ്റ്റോർ ചെയ്യും. നൗ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എസ്? 16. ഓക്കെ, ദെൻ പ്രിന്റ് എഫ് സം = %d, S. എസിൻ്റെ വാല്യൂ 16 ആണ്, അതിവിടെ പ്രിന്റ് ചെയ്യുന്നു. ഈ റിട്ടേൺ 0 കൊടുത്ത് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അതായത് ഇവിടെ നമ്മൾ സാധാരണ നമ്മൾ കൊടുക്കുന്നത് വോയിഡ് മെയിൻ എന്നാണ്. ഞാൻ അതിന് പകരം ഇതിവിടെ എന്ത് മെയിൻ എന്നാണ് കൊടുത്തേക്കുന്നത്? ഇൻറ്റ് മെയിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? വോയിഡ് അല്ല, വേറെ ഏത് റിട്ടേൺ ടൈപ്പ് കൊടുത്താലും വി മസ്റ്റ് റിട്ടേൺ എ വാല്യൂ. നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമല്ല റിട്ടേൺ ചെയ്യുന്നത്, മെയിൻ മെത്തേഡിൽ നമ്മൾക്കിത് അപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, ഇൻറ്റാണ് ഡാറ്റ ടൈപ്പ്, സോ റിട്ടേൺ ആൻഡ് ഇൻറ്റിജർ വാല്യൂ 0. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. In the above program, the function sum of received the 3 values from the function main. The sum function calculate the sum of 3 numbers and return them to main. നമ്മൾ ഇവിടെ കണ്ടാണ്, നമ്മുടെ മെയിൻ മെത്തേഡിൽ നിന്ന് 3 വാല്യൂസ് റിസീവ് ചെയ്യുന്നു, അത് സം എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് വിടുന്നു. ഫോർമൽ പാരാമീറ്റേഴ്സ് ആ വാല്യൂസ് റിസീവ് ചെയ്തിട്ട് സം കണ്ടുപിടിച്ചിട്ട് തിരിച്ച് ആ റിസൾട്ട് എങ്ങോട്ടേക്ക് പാസ് ചെയ്യും? നമ്മുടെ മെയിൻ മെത്തേഡിലേക്ക് പാസ് ചെയ്യും. എസ്സിലേക്ക് അസൈൻ ചെയ്യുന്നു, എസ് എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, വിതൗട്ട് ആർഗ്യുമെന്റ്സ് and but with return values. Without arguments ഇല്ല, പക്ഷേ എന്തുണ്ട്? റിട്ടേൺ ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ട്, റിട്ടേൺ വാല്യൂസ് ഉണ്ടാകും. ഓക്കെ, ഇവിടെ നോക്കാം, ഇസഡ് എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ വാല്യൂ ഇതിലേക്ക് നമ്മുടെ കാൽക്കുലേഷൻ നടന്നു ഇതേ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നുണ്ട്. ഇസഡ് = ABC ഓഫ്. ഇവിടെ നിന്ന് ആർഗ്യുമെന്റ്സ് എന്തെങ്കിലും പാസ് ചെയ്ത് വിടുന്നുണ്ടോ? ഇല്ല, പക്ഷേ ഈ ഫംഗ്ഷനിലേക്ക് നമ്മുടെ കഴ്സർ മൂവ് ചെയ്യുന്നു, ഇവിടെ വരുന്നു. ഇൻറ്റ് y = 5. അവിടെ എന്താണ്? ഒരു ഇൻറ്റിജർ വേരിയബിൾ അസൈൻ ചെയ്തിട്ടുണ്ട്, ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. y = 5 എന്ന് കൊടുത്തു. റിട്ടേൺ y, ഇവിടെ നിന്നും ആ വൈയുടെ വാല്യൂ റിട്ടേൺ ചെയ്ത് തിരിച്ച് നമ്മുടെ മെയിൻ മെത്തേഡിലേക്ക് വരും. ഇവിടെ z = എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഹിയർ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് z? z = 5. നമ്മളിവിടെ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. ഓക്കെ അല്ലേ, മെയിൻ മെത്തേഡിലായിരിക്കും പ്രിന്റ് എഫ് നമ്മൾ കൊടുക്കേണ്ടത്. പ്രിന്റ് എഫ് %d, പ്രിന്റ് എഫ് %d കോമ എന്താണ് നമ്മുടെ വാല്യൂ? Z. ഓക്കെ, സെമി കോളം. ഓക്കെ,
അതായത് നമ്മുടെ ഇവിടെ നിന്നും ആർഗ്യുമെന്റ്സ് ഒന്നും പാസ് ചെയ്തിട്ടില്ല, പക്ഷേ കോൾഡ് ഫംഗ്ഷനിൽ നിന്നും ഒരു റിട്ടേൺ വാല്യൂ വരുന്നു, അത് നമ്മളിവിടെ പ്രിന്റ് ചെയ്യുന്നു, റിസീവ് ചെയ്ത് പ്രിന്റ് ചെയ്യുന്നു. അതാണ് ഫംഗ്ഷൻ വിത്തൗട്ട് ആർഗ്യുമെന്റ്സ്. ആർഗ്യുമെന്റ്സ് ഇല്ല, പക്ഷേ വിത്ത് റിട്ടേൺ വാല്യൂ ഉണ്ട്. ഓക്കെ, ദി അബോവ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ നോ ആർഗ്യുമെന്റ് ഈസ് പാസ്ഡ് ത്രൂ മെയിൻ ഫംഗ്ഷൻ. നമ്മൾ മെയിൻ ഫംഗ്ഷൻ വഴി ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ അവിടെ നിന്ന് ആർഗ്യുമെന്റ്സ് ഒന്നും പാസ് ചെയ്യുന്നില്ല. ബട്ട് ദി കോൾഡ് ഫംഗ്ഷൻ റിട്ടേൺ വാല്യൂ. പക്ഷേ നമ്മുടെ കോൾഡ് ഫംഗ്ഷൻ എന്താ ചെയ്യുക? ഒരു വാല്യൂസ് റിട്ടേൺ ചെയ്യുന്നു. ദി കോൾഡ് ഫംഗ്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ്. ഇറ്റ് റീഡ് ദി വാല്യൂ ഫ്രം കീബോർഡ് ഓർ ജനറേറ്റ് ഫ്രം ഇനിഷ്യലൈസേഷൻസ് ആൻഡ് റിട്ടേൺ ദി വാല്യൂ. കോൾഡ് ഫംഗ്ഷൻ എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. അവർ തന്നെ വാല്യൂസിനെ ഒന്നെങ്കിൽ യൂസറിൽ നിന്നും അക്സെപ്റ്റ് റിസീവ് ചെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വേരിയബിൾ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. അവർ ഇൻഡിപെൻഡന്റ് ആണ്. ഹിയർ ബോത്ത് ദി കോളിംഗ് ആൻഡ് കോൾഡ് ഫംഗ്ഷൻ പാർഷ്യലി കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് ഈച്ച് അതർ. ഇവിടെ ഈ കോളിംഗ് ഫംഗ്ഷനും കോൾഡ് ഫംഗ്ഷനും തമ്മിൽ പാർഷ്യലി കമ്മ്യൂണിക്കേറ്റ് ആണ്. പക്ഷെ നമ്മൾ ആദ്യം പഠിച്ചോർക്കുന്നുണ്ടോ? ആദ്യത്തെ കേസ് എന്തായിരുന്നു? നമ്മുടെ ആദ്യത്തെ കേസിൽ നമ്മൾ പറയുന്നത് ഫങ്ഷൻസ് വിത്തൗട്ട് ആർഗ്യുമെന്റ്സ് ആൻഡ് റിട്ടേൺ വാല്യൂ. ഫംഗ്ഷൻ ഇവിടെ നിന്ന് ഒന്നും പാസ് ചെയ്യുന്നുമില്ല, ഇവിടെ നിന്നൊന്നും റിട്ടേണും ചെയ്യുന്നില്ല. സോ ഇവർ തമ്മിൽ ഇൻഡിപെൻഡന്റ് ആണ്, അവർ തമ്മിൽ യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. പക്ഷെ രണ്ടാമത്തെ കേസ് വരുമ്പോൾ എന്താ? ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ്സ്. ഇവിടെ നിന്നും വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ട്, അവിടെ നിന്നും വാല്യൂസ് റിട്ടേൺ ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നുണ്ട്. അവർ തമ്മിൽ ഫംഗ്ഷൻ കമ്മ്യൂണിക്കേറ്റഡ് ആണ്. മൂന്നാമത്തെ കേസ് എന്താ? വിത്തൗട്ട് ആർഗ്യുമെന്റ്സ് ബട്ട് വിത്ത് റിട്ടേൺ വാല്യൂസ്. ഇത് പാർഷ്യലി കമ്മ്യൂണിക്കേറ്റഡ് ആണ്. ഇവിടെ നിന്നും നമ്മൾ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നില്ല, പക്ഷേ അവിടെ നിന്നും വാല്യൂസ് റിട്ടേൺ ചെയ്യുന്നുണ്ട്, അതിവിടെ നമ്മൾ മേടിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് പാർഷ്യലി ഡിപെൻഡന്റ്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. മെയിൻ മെത്തേഡ് ഇൻറ്റ് എ കോമ എസ്. ഇവിടെ CR കൊടുക്കുന്നു. S ഈക്വൽ ടു സം ഓഫ്. ഇവിടെ നിന്ന് നമ്മൾ സമ്മിനെ പാസ് ചെയ്ത് വിടുന്നുണ്ട്. ആർഗ്യുമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇങ്ങോട്ടേക്ക് വരുന്നു. ഇവിടെ വരുമ്പോൾ ഇൻറ്റ് X, Y, Z. ഓക്കെ, പ്രിന്റ് എഫ് എൻ്റർ 3 വാല്യൂസ്. യൂസറിനോട് പറയണം 3 വാല്യൂസ് എൻറ്റർ ചെയ്യാൻ വേണ്ടി. ഏതൊക്കെയാണ്? 3ഉം 5ഉം 4ഉം യൂസർ എൻറ്റർ ചെയ്തു. റിട്ടേൺ X + Y + Z എന്താണ്? 3 + 5 + 4 എന്ന് വെച്ചാൽ എത്ര വരും? 12 എന്ന് പറയുന്നത്. 3 + 5 8, 8 + 4 12. 12 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ നിന്നും റിട്ടേൺ ചെയ്യുന്നു. അതിനെ ആര് റിസീവ് ചെയ്യും? എസ് റിസീവ് ചെയ്യും. ഇവിടെ എസിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. സോ ദ റിസൾട്ട് ഈസ് 12. ഇവിടെ നമ്മൾ എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇൻറ്റ് എസ് എന്ന് മാത്രം മതി. ഇവിടെ നിന്നും ആർഗ്യുമെന്റ്സ് ഒന്നും പാസ് ചെയ്യുന്നില്ല, പക്ഷേ അവിടെ നിന്നും റിട്ടേൺ ചെയ്യുന്ന വാല്യൂസിനെ റിസീവ് ചെയ്യാൻ ഒരു വേരിയബിൾ വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫങ്ഷൻസ് വിത്തൗട്ട് ആർഗ്യുമെന്റ്സ് ബട്ട് റിട്ടേൺ വാല്യൂസ്. റിട്ടേൺ ചെയ്യുന്നുണ്ട്, പക്ഷേ ആർഗ്യുമെന്റ്സിനെ ഒന്നും സ്വീകരിക്കുന്നില്ല. ദി യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ സം ഈസ് ഇൻഡിപെൻഡന്റ്. ഇവിടെ സം എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് ഫംഗ്ഷൻ അല്ലേ? യൂസർ ഡിഫൈൻഡ്. ഇവിടെ നോക്കൂ, സം എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ്. അവർക്ക് അവരുടേതായ അവരുടെ വേരിയബിൾസിന് അവർ തന്നെ വാല്യൂ അക്സെപ്റ്റ് ഫ്രം ദി കൺസോൾ. യൂസറിൽ നിന്നും റിസീവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുന്നു. മെയിൻ മെത്തേഡിൽ നിന്നും ഒരു വാല്യൂസും ഇവിടെ സ്വീകരിക്കുന്നില്ല. പക്ഷേ നമ്മുടെ മെയിൻ മെത്തേഡിലുള്ള ഈ ഫംഗ്ഷൻ എന്താണ്? റിട്ടേൺ വരുന്ന വാല്യൂസിനെ ഇവിടെ റിസീവ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇതാണ് 3 ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻസ് വിത്തൗട്ട് ആർഗ്യുമെന്റ്സ് ആൻഡ് റിട്ടേൺ വാല്യൂ. ആർഗ്യുമെന്റ്സും ഇല്ല, റിട്ടേൺ വാല്യൂം ഇല്ല. ഫംഗ്ഷൻസ് വിത്ത് ആർഗ്യുമെന്റ്സ് ആൻഡ് റിട്ടേൺ വാല്യൂ. ആർഗ്യുമെന്റ്സും ഉണ്ട്, റിട്ടേൺ വാല്യൂവും ഉണ്ട്. ഫംഗ്ഷൻസ് വിത്തൗട്ട് ആർഗ്യുമെന്റ്സ് ആൻഡ് റിട്ടേൺ വാല്യൂ. ആർഗ്യുമെന്റ്സ് ഇല്ല, പക്ഷേ റിട്ടേൺ വാല്യൂസ് ഉണ്ട്. ഓക്കെ, ഇതാണ് 3 ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. താങ്ക് യു.